കഥ അവൾ എനിക്ക് തിരികെ തന്ന നിശ്ശബ്ദത. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ശബ്ദത്തോടെയല്ല, ഒരു നിശ്ശബ്ദതയായി. ഞാൻ ശബ്ദങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളായിരുന്നു. ജനക്കൂട്ടങ്ങൾ, വാക്കുകളുടെ തിരക്ക്, എല്ലാം എനിക്ക് ക്ലേശമായി തോന്നും. അവൾ അങ്ങനെയല്ലായിരുന്നു. അവൾ നിശ്ശബ്ദതയെ സ്നേഹിച്ചു. ഞങ്ങൾ പരിചയപ്പെട്ടത് ഒരു പഴയ ബസ് ഡിപ്പോയിൽ. രാവിലെ നേരത്തെ ബസ്സുകളുടെ ശബ്ദത്തിനിടയിൽ അവൾ മാത്രം ശാന്തമായി നിൽക്കുകയായിരുന്നു. ബസ് വൈകുമെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അവൾ തലകുലുക്കി. വൈകിയാൽ കൂടുതൽ സമയം കാത്തിരിക്കാം. ആ വാക്കെനിക്ക് അല്പം വിചിത്രമായി തോന്നി. ആരും കാത്തിരിപ്പിനെ ഇഷ്ടപ്പെടുമോ? അന്നുമുതൽ ഞങ്ങൾ അതേ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. സംസാരം കുറവ്, നോട്ടങ്ങൾ കൂടുതലായിരുന്നു. അവൾ ജനലിനരികിലിരിക്കും, പുറത്തെ ലോകം കണ്ണുകളിൽ സ്വീകരിച്ച്. ഞാൻ അവളെ നോക്കും. അവൾ ലോകത്തെ നോക്കുന്നതുപോലെ ശാന്തമായി. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിനക്കിത്ര നിശ്ശബ്ദത ബോറടിക്കില്ലേ? അവൾ ചിരിച്ചു. നിശ്ശബ്ദത എന്നോടൊരിക്കലും കള്ളം പറയില്ല. ആ മറുപടി എന്റെ ഉള്ളിൽ ഒരുപാട് കാലമായി ശബ്ദമുണ്ടാക്കിയിരുന്ന ഭയങ്ങളെ ശാന്തമാക്കി. ദിവസങ്ങൾ കടന്നു. ബസ് യാത്ര ഒരു ശീലമായി. ശീലം ഒരാശ്വാസമായി. ആശ്വാസം പ്രണയമായി. പറഞ്ഞില്ല, എങ്കിലും അറിയാമായിരുന്നു. ഒരു ദിവസം അവൾ വരാതായി. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം. ബസ് എന്നെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. 4-ാം ദിവസം ഒരു ചെറിയ കത്ത് എന്റെ സീറ്റിൽ വെച്ചിരുന്നു. എനിക്ക് പോകേണ്ടി വന്നു. നീ സംസാരിക്കാതെ കൂടെയിരുന്ന ആ നിശ്ശബ്ദത എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. കത്തിന്റെ അവസാനം അവൾ എഴുതി, നിനക്ക് ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ നിശ്ശബ്ദതയെ ഭയപ്പെടേണ്ട. അത് ഒരിക്കൽ നമ്മളെ ഒന്നിപ്പിച്ചിരുന്നു. ഇന്നും ഞാൻ ആ ബസ്സിൽ യാത്ര ചെയ്യും. ജനലിനരികിലെ സീറ്റ് ഒഴിഞ്ഞുകിടക്കും. പക്ഷെ എനിക്കറിയാം, അവൾ പോയിട്ടും എനിക്ക് ഒറ്റപ്പെടലില്ല. അവൾ എനിക്ക് തിരികെ തന്നത് പ്രണയം മാത്രമല്ല, എന്റെ സ്വന്തം നിശ്ശബ്ദതയാണ്. അവൾ എന്നെ വിളിച്ചിരുന്നത് എന്റെ പേരിലല്ല, അത്രമാത്രം. ആ വിളി കേൾക്കുമ്പോൾ എന്റെ ഹൃദയം എന്തോ പറഞ്ഞു തുടങ്ങുമായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ടത് ഒരാശുപത്രി വരാന്തയിൽ. അവൾ അവളുടെ അമ്മയെ കാണാൻ, ഞാൻ എന്റെ അച്ഛനെ. ദിവസങ്ങൾ അവിടെ നിശബ്ദമായി ഒഴുകി. ഡോക്ടർമാരുടെ ശബ്ദവും മണിയുടെ ടിക്കിങ്ങും, ഇടയ്ക്ക് അവളുടെ കാൽവെപ്പ്. ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, നിനക്കെന്റെ പേരറിയാമോ? അവൾ ചിരിച്ചു. പേരറിഞ്ഞാൽ നീ അകലം വെക്കുമോ? അന്നുമുതൽ അവൾ എന്നെ പേരില്ലാതെ തന്നെ വിളിച്ചു. ചില ദിവസങ്ങളിൽ അവൾ സംസാരിക്കും, അവളുടെ ബാല്യത്തെക്കുറിച്ച്. ചില ദിവസങ്ങളിൽ ഞാൻ കേൾക്കും. വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ ആശ്വാസം നിറഞ്ഞ. ഒരു രാത്രി അവൾ കരഞ്ഞു, വാക്കുകളില്ലാതെ. ഞാനൊന്നും ചോദിച്ചില്ല. അവളുടെ മൗനം എന്റെ നെഞ്ചിൽ ഒരു കഥയായി. അവൾ കണ്ണുനീർ തുടച്ചു പറഞ്ഞു, നിനക്കറിയാമോ, നീ എന്നെ നോക്കുന്ന രീതി എനിക്ക് ഭയം കുറയ്ക്കുന്നു. അന്നു ഞാൻ എന്റെ പേരുപോലും അവൾക്ക് ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി. പിന്നീടവൾ വരാതായി. ആ വരാന്ത മുഴുവൻ ശൂന്യം. ഒരാഴ്ച കഴിഞ്ഞ് നഴ്സ് പറഞ്ഞു, അവൾ പോയി, ദൂരെ. ഞാനൊന്നും ചോദിച്ചില്ല. ഇന്നും ആ ആശുപത്രി വരാന്തയിൽ ഞാൻ നടക്കുമ്പോൾ ആരോ വിളിക്കുന്നതുപോലെ തോന്നും, അവൾ എന്റെ പേര് ഒരിക്കലും അറിഞ്ഞില്ല. പക്ഷേ എന്റെ ഹൃദയം അവൾ മറന്നില്ല. ചില പ്രണയങ്ങൾ പേരില്ലാതെ തന്നെ ജീവിതം മുഴുവൻ നമ്മോടൊപ്പം നടക്കും.